2024 സീസൺ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭൂരിഭാഗം ടീമുകളും 11 ലീഗ് മത്സരങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി വളരെ കുറച്ച് മത്സരങ്ങൾ മാത്രമാണ് ലീഗ് ഘട്ടത്തിൽ ബാക്കിയുള്ളത്. പ്ലേ ഓഫ് യോഗ്യതയ്ക്കായി കടുത്ത പോരാട്ടം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കുറച്ച് ആവേശ പോരാട്ടങ്ങൾ ക്രിക്കറ്റ് പ്രേമികൾക്ക് കാണാൻ കഴിയും. മലയാളി ക്രിക്കറ്റ് പ്രേമികൾക്ക് വലിയ ആവേശം സമ്മാനിക്കുന്ന ഒരു IPL സീസണാണ് ഇത്തവണത്തേതെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. മലയാളി ആരാധകരുടെ പ്രിയ താരമായ സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് മിന്നും ഫോമിൽ കളിക്കുന്നത് തന്നെയാണ് ഈ സന്തോഷത്തിന് കാരണം. ആദ്യ 10 കളികളിൽ 8ഉം ജയിച്ചു നിൽക്കുന്ന രാജസ്ഥാൻ റോയൽസ് നിലവിൽ പ്ലേ ഓഫ് യോഗ്യതയ്ക്ക് തൊട്ടരികിലുണ്ട്. ഇനിയുള്ള 4 കളികളിൽ ഒരെണ്ണത്തിൽ ജയിച്ചാൽ രാജസ്ഥാന് പ്ലേ ഓഫ് യോഗ്യത ഉറപ്പാകാം. 2008-ലെ പ്രഥമ സീസൺ IPL-ൽ കിരീടം ചൂടിയതിനു ശേഷം ഇതുവരെ ട്രോഫികൾ ഒന്നും നേടാൻ സാധിച്ചിട്ടില്ലാത്ത റോയൽസ് ആ കാത്തിരിപ്പ് ഇത്തവണ അവസാനിപ്പിക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. ഈ സീസണിലെ ഏറ്റവും മികച്ച ടീമായാണ് ഭൂരിഭാഗം ക്രിക്കറ്റ് പ്രേമികളും രാജസ്ഥാൻ റോയൽസിനെ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ മുൻ ഇന്ത്യൻ താരങ്ങളായ ഹർഭജൻ സിംഗിനും ഇർഫാൻ പത്താനും മറ്റൊരു അഭിപ്രായമാണുള്ളത്. ഈ മുൻ താരങ്ങൾക്ക് IPL-ലെ മികച്ച ടീമിനെ കുറിച്ച് പറയാനുള്ളത് അല്പം വ്യത്യസ്തമായ കാര്യങ്ങളാണ്. രാജസ്ഥാൻ റോയൽസ് കിടിലൻ ഫോമിൽ കളിച്ചു മുന്നേറുകയാണെങ്കിലും ഇർഫാൻ പത്താന്റെയും ഹർഭജൻ സിംഗിന്റെയും അഭിപ്രായത്തിൽ ഈ സീസണിലെ ഏറ്റവും മികച്ച ടീം അവരല്ല. മികച്ച സ്പിന്നർമാർ ഉള്ളതുകൊണ്ട് രാജസ്ഥാൻ റോയൽസിനേക്കാൾ ഗംഭീര ടീം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണെന്നും പ്ലേ ഓഫ് മത്സരങ്ങൾ ചെപ്പോക്കിലും കൊൽക്കത്തയിലുമാണ് നടക്കുന്നതെന്നത് അവർക്ക് ഗുണകരമാണെന്നും ഹർഭജൻ സിംഗ് അഭിപ്രായപ്പെടുന്നുണ്ട്. എല്ലാവർക്കും തോൽപ്പിക്കേണ്ട ടീം കൊൽക്കത്തയാണെന്നും പ്ലേ ഓഫ് മത്സരങ്ങളിൽ അവർ ആധിപത്യം സ്ഥാപിച്ചേക്കുമെന്നും മിച്ചൽ സ്റ്റാർക്ക് ഉൾപ്പെടെയുള്ള കൊൽക്കത്തയുടെ എല്ലാ കളിക്കാരും ഫോമിലാണെന്നുമാണ് ഹർഭജൻ സിംഗ് പറയുന്നത്. ഓരോ മത്സരം കഴിയും തോറും മികച്ചതായിക്കൊണ്ടിരിക്കുന്ന ടീമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്നാണ് മുൻ ഇന്ത്യൻ ഓൾറൗണ്ടറായ ഇർഫാൻ പത്താന്റെ പക്ഷം. ഹർഭജൻ സിംഗിനെ പോലെ KKR-ന്റെ സ്പിന്നർമാരെ ഇർഫാനും വാനോളം പ്രശംസിക്കുന്നുണ്ട്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഓരോ മത്സരം കഴിയുമ്പോഴും കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുന്നുവെന്നും മുംബൈക്കെതിരെ കൊൽക്കത്ത നേടിയ വിജയം ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്നും കൊൽക്കത്തയുടെ സ്പിന്നർമാർ മികച്ച വിക്കറ്റ് ടേക്കർമാരാണെന്നും ഇർഫാൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2ാം IPL കിരീടം ലക്ഷ്യമിട്ടാണ് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് ഈ സീസണിൽ കളിക്കുന്നത്. ആദ്യ 10 കളികളിൽ 8 വിജയിച്ച രാജസ്ഥാൻ 2 കളികളിലാണ് പരാജയം നേരിട്ടിട്ടുള്ളത്. ഗുജറാത്ത് ടൈറ്റൻസിനോടും സൺറൈസേഴ്സ് ഹൈദരാബാദിനോടുമാണ് ടീം പരാജയപ്പെട്ടത്. ഈ 2 കളികളും അവസാന ബോൾ ത്രില്ലറുകളായിരുന്നു. നിലവിൽ പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്തേക്ക് റോയൽസ് മാറിയിട്ടുണ്ട്. ചൊവ്വാഴ്ച ഡൽഹി ക്യാപിറ്റൽസിനെതിരെയാണ് രാജസ്ഥാന്റെ അടുത്ത മത്സരം വരാൻ പോകുന്നത്. 2 തവണ IPL-ൽ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ഈ സീസണിൽ മികച്ച ഫോമിൽ കളിക്കുന്ന ടീമാണ്. 11 കളികളിൽ 8ൽ വിജയിച്ച അവർ 16 പോയിന്റുമായി ടേബിളിൽ 1ാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച നെറ്റ് റൺ റേറ്റും കൊൽക്കത്തയ്ക്ക് അവകാശപ്പെട്ടതാണ്.